ഹേ ഗൈസ്, അപ്പോൾ ഈ വർഷത്തെ മിന്നൂട്ടിയുടെ ബർത്ത്ഡേ നമ്മൾ നേരത്തെ തുടങ്ങി കേട്ടോ. അതായത് ഇതാണ് മിന്നൂട്ടിയുടെ ഗ്യാങ്. മിന്നുകുട്ടിയുടെ എല്ലാ ബർത്ത്ഡേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാറുണ്ട് കേട്ടോ. ആദ്യത്തെ കൺമണി ആയത് കാരണം ആ ഒരു സ്നേഹം കൊഞ്ചലും കുറച്ച് കൂടുതൽ മിന്നൂട്ടിനോട് നമുക്കുണ്ട്. ഇത്തവണ ഞാനൊരു വാച്ച് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ നേരം സെലക്ട് ചെയ്തിട്ടാണ് നല്ലൊരു വാച്ച് സെലക്ട് ചെയ്ത് വാങ്ങിച്ചത്. കുറച്ച് പച്ചക്കറികൾ വാങ്ങി വീട്ടിൽ വന്നപ്പോൾ അമ്മ നല്ല അടിപൊളിയായിട്ട് പായസം ഉണ്ടാക്കുന്നു. പിന്നെ മിന്നൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. മിന്നൂട്ടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് വേഗം തന്നെ ബേബിച്ചിനെ എടുത്തുകൊണ്ട് പോയി ഗിഫ്റ്റുകളൊക്കെ തുറന്നു നോക്കി. കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ആൾ അപ്പം തന്നെ പൊട്ടിച്ചു നോക്കി കേട്ടോ. ഈ മാസം കൊന്ത മാസം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലായിരുന്നു ഇത്തവണ കൊന്തയും കാര്യങ്ങളൊക്കെ. എല്ലാ വർഷവും നമ്മൾ ചോദിച്ചാണ് വാങ്ങാറ്. പക്ഷേ ഇത്തവണ എന്തോ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെ എത്തി. ബേബിച്ചിയാണെന്നുണ്ടെങ്കിൽ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ കാര്യം നിമ്മി തന്നെയാട്ടോ ആസ് യൂഷ്വൽ കേക്ക് ഉണ്ടാക്കിയത്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിയാനിരുന്നു കേട്ടോ. എന്താ പറയുക, ഭയങ്കര സന്തോഷം. ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇതുപോലെ ആഘോഷിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഫാമിലി എന്നുള്ളത്. എൻ്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും എൻ്റെ ഒപ്പം നിന്നിട്ടുള്ളത് എൻ്റെ കുടുംബമാണ് കേട്ടോ. എനിക്ക് കരുത്ത് പകരാനും എനിക്ക് കൂടുതൽ എന്നെ സ്ട്രോങ് ആക്കാനും എൻ്റെ ഫാമിലി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹമൊന്നുമില്ലെന്നേ. ഫിനാൻഷ്യലി ഇതുപോലെ നമ്മളൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളൊക്കെ വരുമെന്ന് ഗൾഫിൽ പോയ നാളുകളിലും അവിടെ ജോലി ചെയ്യുന്ന നാളുകളിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. എല്ലാറ്റിലും ഉപരി ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ എനിക്ക് തന്നതിൽ. എല്ലാവരുമായിട്ട് കേക്ക് കുറച്ച് ബർത്ത്ഡേ ആഘോഷം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ